നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങുകയാണെങ്കിൽ അത് ബ്ലോഗർ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ വേർഡ്പ്രസ് ചൂസ് ചെയ്യണോ എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോഗറിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളാണ്. അതിനുശേഷം വേർഡ്പ്രസ്സിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് തുടങ്ങുമ്പോൾ ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ച്. ബ്ലോഗർ ഗൂഗിളിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മളതിന് ക്യാഷോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. നമുക്ക് ആകെ ഒരു എക്സ്പെൻസ് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്യണം. ഡൊമൈൻ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റ് അറിയുന്ന ഒരു URL ഉണ്ട്, അതായത് www. നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്, അതല്ലെങ്കിൽ നിങ്ങളുടെ പേരാണെങ്കിൽ അത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ www.example.com. അപ്പോൾ ആ ഒരു ഡൊമൈന് പർച്ചേസ് ചെയ്യുന്ന ഒരു ക്യാഷ് മാത്രമേ നിങ്ങൾക്ക് ബ്ലോഗർ ചൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ട് വരുള്ളൂ. ബാക്കിയൊരു എക്സ്പെൻസീവും ബ്ലോഗറിൻ്റെ കാര്യത്തിൽ വരില്ല. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗറിൻ്റെ ഹൈ സെക്യൂരിറ്റിയാണ്. നമ്മുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യും, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എടുത്ത് പറയേണ്ടതാണ്, ബ്ലോഗറിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആകും എന്നുള്ളൊരു പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഒരു ദോഷങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ബ്ലോഗറാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് തീം അഡ്ജസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും കഴിയില്ല. നമ്മൾ തേർഡ് പാർട്ടിയുടെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അവർ ഡിസൈൻ ചെയ്ത ഒരു തരത്തിലായിരിക്കും ആ ഒരു തീം നമുക്ക് ലഭിക്കുക. അല്ലെങ്കിൽ നമ്മൾ ക്രാക്ക്ഡ് ആക്കിയിട്ട് ചൂസ് ചെയ്യുമ്പോൾ അത് അവരുടേതായ കോഡും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാവും, കൂടുതൽ സ്പീഡ് കുറയും. അത് നമ്മളുടെ ഗൂഗിൾ സെർച്ചിൽ നമ്മുടെ വെബ്സൈറ്റ് റാങ്കിങ്ങിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും. ഈ വെബ്സൈറ്റ് സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ബ്ലോഗറിലാവുമ്പോൾ നമ്മൾ അതിൻ്റെ പോളിസി നമ്മൾ തെറ്റിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവും നോട്ടീസൊന്നും തരാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിനെ അല്ലെങ്കിൽ ബ്ലോഗർ അത് റിമൂവ് ചെയ്യുന്നതാണ്. അത് നമുക്ക് പിന്നെ റിക്കവറി ചെയ്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ അവരെ ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെ പോളിസി പറയുന്ന പോലെ തന്നെ യൂട്യൂബിൻ്റെ പോളിസി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്കോ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി കാര്യത്തിലേക്ക് വരുള്ളൂ. പക്ഷേ അതേമാതിരി ആയിരിക്കില്ല ബ്ലോഗറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബ്ലോഗ് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോഗർ റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നീട് അത് റിക്കവർ ചെയ്യാനായിട്ട് കഴിയില്ല. അതാണ് ഇതുകൊണ്ടുള്ള മെയിനായിട്ടുള്ള ഈ രണ്ട് ദോഷങ്ങളാണ് ബ്ലോഗറാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം. ഇനി നമ്മൾ വെബ്സൈറ്റ് വേർഡ്പ്രസ്സിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് നമ്മൾ വേർഡ്പ്രസ്സിന് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാസത്തിന് പല സർവീസ് പ്രൊവൈഡറും പല തരത്തിലുള്ള റേറ്റുകൾ, പല ഓഫറും പല കമ്പനികളും തരുന്നുണ്ട്. അപ്പം നമുക്ക് ഏതാണ് നല്ലത് തോന്നുന്നത് അത് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഏറ്റവും കുറഞ്ഞ രൂപത്തിലുള്ള സർവീസ് ചാർജ് ചൂസ് ചെയ്യാതിരിക്കണം നല്ലത്. ആ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് മാക്സിമം എത്ര വരാൻ പറ്റും എന്നുള്ളത് അവരതിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ SSL സർട്ടിഫിക്കറ്റ് ഈ ഒരു സർവീസ് പ്രൊവൈഡർ ഫ്രീ ആയിട്ട് തരുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു വർഷത്തിന് 1000 രൂപയുടെ അടുത്തൊക്കെ വരുന്നുണ്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ചില വെബ്സൈറ്റ് അത് ഫ്രീ ആയിട്ട് തരും. അത് അതിൻ്റെ അണ്ടറിൽ വേറെ സബായിട്ട് വേറെ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും അത് അവർ ഫ്രീ ആയിട്ട് തരും. പിന്നെ ഇതിൽ ഒരു എടുത്ത് പറയേണ്ട ഒരു ഫീച്ചേഴ്സാണ്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് എടുക്കാം വേർഡ്പ്രസ്സിലാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതും വേർഡ്പ്രസ് ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ബ്ലോഗർ ആകുമ്പോൾ ഏണിങ്സ് കുറവായിരിക്കും. ഈ ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആഡ്സൻസ് അപ്രൂവ് കിട്ടി എന്നതുകൊണ്ട് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ നമുക്ക് $500 അല്ലെങ്കിൽ $1000 ലഭിക്കില്ല. അതിൻ്റേതായ നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റേതായ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരണം. എന്നാലേ
നമുക്ക് അതിനനുസരിച്ചുള്ള ഏണിങ്സ് കിട്ടുള്ളൂ. ഈ അത്രയും ട്രാഫിക് വരുമ്പോൾ തന്നെ നല്ല രൂപത്തിലുള്ള ട്രാഫിക് വരുമ്പോൾ നമ്മളത് വേർഡ്പ്രസ്സിലാണ് നമ്മൾ വെബ്സൈറ്റ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലോഗറിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഏണിങ്സ് വേർഡ്പ്രസ് ചൂസ് ചെയ്യുന്നത് കൊണ്ട് കിട്ടും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റൻറ്റ് ആർട്ടിക്കിൾ ആഡ് ചെയ്യാൻ കഴിയും. ആ ഇൻസ്റ്റൻറ്റ് ആർട്ടിക്കിൾ ആഡ് ചെയ്യുന്നത് വഴി അതുവഴി നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിൻ്റെ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വേർഡ്പ്രസ് ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്പ്രസ് നമ്മൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിൻ്റെ പ്ലഗിൻസ് ഏതൊക്കെ പ്ലഗിൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ആ പ്ലഗിൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻസ്റ്റാൾ ചെയ്യലും അതേപോലെ തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വൈറസും കാര്യങ്ങളൊക്കെ കയറി വരാനും പിന്നെ അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി നമ്മളുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സെക്യൂറായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് പോകാനും ഇതിനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഒരു വേർഡ്പ്രസ് ചൂസ് ചെയ്യുകയാണെന്നുള്ളതെങ്കിൽ ഒരു മെയിനായിട്ടുള്ളൊരു ദോഷം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേർഡ്പ്രസ് അല്ലെങ്കിൽ ബ്ലോഗറുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുമായി സംബന്ധിച്ച് ഞാൻ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങൾ അറിയണം, എങ്ങനെ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ SEO ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.